ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ സമോസയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബട്ടർ ചിക്കൻ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ സമോസയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ചെറുതാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അതിനായിട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബട്ടർ ചിക്കന് കളർ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ്. അപ്പോൾ ഉപ്പിൻ്റെയൊക്കെ അളവ് ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ബട്ടർ എന്തായാലും വേണം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിതിലേക്ക് ബട്ടർ കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ടോട്ടൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരുപാട് സമയമൊന്നും എടുക്കത്തില്ല കുക്കായി കിട്ടാനായിട്ട്. ഒരു 5-6 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒന്ന് കുക്കായാൽ മതി, ഒരുപാടങ്ങ് മൊരിച്ച് വടി പോലെ ആക്കണ്ട. ഒരു പീസ് മുറിച്ച് നോക്കുന്ന സമയത്ത് കണ്ട പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട്. അതിനകത്ത് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടി ഇട്ടിട്ട് ഒരു 2 ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ ഈ ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ ഒരു വലുപ്പത്തിൽ. അല്ലെങ്കിൽ ഒരു വലിയ സവാള എടുത്താലും മതി. ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇത് കളർ മാറാൻ തുടങ്ങുന്ന പാകം വരെ കണ്ടോ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചേർത്തിരുന്നു, അത് 2 1/2 ടീസ്പൂൺ വെച്ചാണ് ചേർത്തത്. ഇതിപ്പോൾ 2 കൂടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതൊരു മിനിറ്റ് ഒരു പച്ചമണം പോകാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ ചോപ്പറിലിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ചോപ്പറിലിടുന്നതിന് പകരം പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും തക്കാളിയാണ് ബട്ടർ ചിക്കന് കളർ കൊടുക്കുന്ന 2 സാധനങ്ങൾ. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല കളറുള്ള തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. 1 മിനിറ്റ് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ എന്തായാലും അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാൻ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് കുറച്ച് കസൂരി മേത്തി എടുക്കുക, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി. എന്നിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂണാണ് കസൂരി മേത്തി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പം കുറച്ചിങ്ങനെ ഒരു മസാല കണ്ടോ, കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രീമൊക്കെ ചേർത്തില്ലേ, അതിൻ്റെയാണ്. അപ്പോൾ ആ ഒരു മോയ്സ്ചർ കുറച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമ്മളിത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ തുറന്ന് വെച്ചാലേ ഉള്ളൂ ആ മോയ്സ്ചർ അങ്ങ് വറ്റി അങ്ങ് പോകത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ ആ എക്സ്ട്രാ ഉണ്ടായിരുന്ന മോയ്സ്ചറൊക്കെ അങ്ങ് പോയി. ഈ ഒരു കൺസിസ്റ്റൻസി എന്തായാലും വേണം. കണ്ട ചിക്കനിൽ ആ ഒരു മസാല ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ മതി, അല്ലാതെ ഒരുപാട് ഡ്രൈ ആക്കണ്ട. അങ്ങനെയാണെങ്കിൽ കൊള്ളില്ല. ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമോസ റെഡിയാക്കാം. ഞാൻ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് സമോസ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സമോസ ഷീറ്റാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കുക. അതിനുശേഷം താഴേക്ക് കുറച്ച് മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തൊരു പശ പോലെ ആക്കിയെടുത്താണ്. അതിങ്ങനെ താഴേക്ക് തേച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് അത് മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺ പോലെ കിട്ടും. ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തും മൈദയുടെ ഒരു പശ തേച്ച് കൊടുക്കുക. അതായത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അത് കഴിഞ്ഞ് ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കുക. അപ്പോൾ ആ കോർണേഴ്സൊക്കെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് തുറന്നിരിക്കുകയാണെങ്കിൽ അതുവഴി എണ്ണ അകത്തേക്ക് കയറി നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ അടുത്തതും റെഡിയാക്കാം. ആദ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാൻ, ശേഷം താഴേക്ക് കുറച്ച് നീളത്തിൽ തന്നെ വേണം ഈ ഒരു മൈദയുടെ ഒരു മിക്സ് തേച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം അതെടുത്ത് താഴോട്ടിങ്ങനെ മടക്കി വെക്കാം. കണ്ടോ? നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ തുറന്നു വരും. അതിനുശേഷം ചിക്കൻ്റെ ഫില്ലിങ് വെക്കുക. ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒന്ന് പരന്നിരിക്കാൻ. അതിനുശേഷം ഇങ്ങനെ അങ്ങ് ചുറ്റി അങ്ങ് സമോസയുടെ ഷേപ്പിലങ്ങ് മടക്കിയെടുത്താൽ മതി, ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 11 സമൂസ കിട്ടി ഈ ഒരു അളവിൽ നിന്ന്. അതെല്ലാം നന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല ചൂടെണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമോസ എന്ന് പറയുമ്പോൾ ഇതിലൊന്നും തന്നെ കുക്കാവാൻ ഇല്ല. അതുകൊണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ 2 സൈഡും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. നല്ലൊരു കളർ വരുന്നവരെ തിരിച്ചും മറിച്ചുമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സാധാരണ ചിക്കൻ സമോസയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സമൂസയാണ്. അപ്പോൾ നോമ്പ് സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.